ഇന്ന് ഞാനൊരു പേടിപ്പിക്കുന്ന കഥ പറയാൻ പോവാണ്. ഏകദേശം 1 മാസത്തിന് മുൻപ് ഞാൻ കേരളത്തിൽ പോയിരുന്നു. കാറിലായിരുന്നു തിരിച്ചു വന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 300 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ കൂടെ വന്ന ആൾ ഇറങ്ങി. അദ്ദേഹം തിരിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തോട്ട് തന്നെ പോയി, ഹൈദരാബാദിലോട്ട് പോയി. ഞാൻ അവിടെ എത്തിയപ്പം രാത്രി ഒരു 11 മണിയോളമായി. അപ്പോൾ ഞാൻ അവിടുന്ന് ആ സ്ഥലത്തു നിന്ന് കാർ ഓടിച്ച് എൻ്റെ സ്ഥലം വരെ വരണം. അപ്പം 300 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം 6 മണിക്കൂർ എടുക്കും. എൻ്റെ ഡ്രൈവിംഗ് പ്രകാരം 8 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ വളരെ സ്പീഡ് കുറച്ചാണ് വരുന്നത്. രാത്രിയിൽ അപ്പോൾ 11 മണിയായി. അവിടുന്ന് പതുക്കെ ഞാനിങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് വരുവാണ്. കാർ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ എനിക്കിങ്ങനെ കണ്ണടയുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്. ഞാനിങ്ങനെ ഉറക്കത്തിൽ പതുക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് മുമ്പോട്ട് പോരുക. അങ്ങനെ പോന്നു ഏകദേശം 100 കിലോമീറ്റർ കഴിഞ്ഞ് സമയം 11-12, ഏകദേശം 12:30 1 മണിയാകാറായി. പിന്നെയും ഞാൻ അവിടുന്ന് ഓടിക്കണം. അപ്പം ഞാൻ എത്തുന്ന വരുന്ന സ്ഥലത്ത് മുഴുവനും കാലി പ്ലേസാണ്. ഒരു മനുഷ്യരില്ല. രാത്രിയിൽ ഈ സമയം 12:30 1 മണി 1:30 ഇങ്ങനെ സമയം പോവാണ്. കാലി പ്ലേസ്. റോഡ് സൈഡിൽ ആരുമില്ല, വിജനമായ റോഡ്. ഇടയ്ക്കൊക്കെ ഓരോ ലോറി പോകുന്നുണ്ട്, ഓരോ കാറ് പോകുന്നുണ്ട്. ബസ്സൊന്നും പോകില്ല. അത് ഹൈവേ ആയതുകൊണ്ട് ഇങ്ങനെ RTC ബസ്സൊന്നും അതിലെ പോകുന്നതല്ലാണ്. അപ്പോൾ 2 സൈഡിലിങ്ങനെ വിജനമായ അഗ്രികൾച്ചർ സ്ഥലം, കൃഷിസ്ഥലമാണ്. ആ കൃഷിസ്ഥലത്തിനകത്ത് പനമരം ഇങ്ങനെ ഉണ്ട്. പിന്നെ നെല്ല്, കോട്ടൺ, മുളക് കൃഷി, ഇങ്ങനെ കൃഷിത്തോട്ടമാണ് ധാരാളം. ഒരു മനുഷ്യർ റോഡില്ല. 2 സൈഡിൽ ഇരുട്ട്, വെളിച്ചമൊന്നുമില്ല. അവിടെ ഇതുപോലൊന്നും സ്ട്രീറ്റ് ലൈറ്റൊന്നുമില്ല, കാരണം കാട് പ്രദേശമല്ലയോ. അപ്പോഴിങ്ങനെ ഞാൻ കാർ ഓടിച്ചുകൊണ്ട് വരുവാണ്. ഏകദേശം പിന്നെ ഒരു 150 കിലോമീറ്ററായി. സമയം 1:30 കഴിഞ്ഞ്, രാത്രിയിൽ 1:30യോളമായി. ഞാനിങ്ങനെ കണ്ണിലിങ്ങനെ ഉറക്കം വരുവാണ്. ഞാനിങ്ങനെ ഉറങ്ങിയാണ് ഞാൻ ഓടിച്ചുകൊണ്ട് വരുന്നത്. എന്നാലും സകലം കോൺഷ്യസുമാണ്, അൺകോൺഷ്യസുമാണ്. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു റോഡിൽ ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ലോറി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ചെറിയ കാറുകൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. അല്ലാതെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ഒന്നും വീടുകളൊന്നുമില്ല. വില്ലേജുകളൊക്കെ ഒത്തിരിയും ദൂരത്തിലാണ്. ഏകദേശം ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞാണ് അടുത്ത വില്ലേജ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ഉറക്കമായില്ല. അപ്പം ആ വില്ലേജുകളിൽ മാത്രം ലൈറ്റുകളുണ്ട്. വീട്ടിലും വെളിയിൽ ലൈറ്റുകളും റോഡ് സൈഡിലും ഒക്കെ. പിന്നെ അത് കഴിഞ്ഞാൽ മൊത്തം വിജനമായ സ്ഥലമാണ്. ഈ വിജനമായ സ്ഥലത്തൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് പേടിച്ച് പോയപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഭയമുണ്ട്. അപ്പോൾ ഈ തെലുങ്കാനയിലൊക്കെ ഇച്ചിരി അന്ധവിശ്വാസം കൂടുതലാണെന്ന് എനിക്കറിയാം. അന്ധവിശ്വാസമുണ്ട്. അവിടെ ഇങ്ങനെ ചാത്തപ്പടി എന്ന് പറഞ്ഞു കൂടുപാത്രം ചെയ്യുന്ന പരിപാടികളും ബ്ലാക്ക് മാജിക്കും മന്ത്രങ്ങളും കുന്ത്രങ്ങളും ഒക്കെ ദുർമന്ത്രങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് ഈ തെലുങ്കാന എന്ന് പറയുന്നത്. ഇപ്പോഴും അതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അതുമല്ല, റോഡിലെല്ലാം ഇങ്ങനെ ആക്സിഡൻറ്റ് നടന്ന റോഡ് ഹൈവേ ഇല്ലയോ, ഹൈവേയിലൊക്കെ ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ റോഡിൽ കൂടാണ് ഞാനിങ്ങനെ ഓടിച്ചു വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലിങ്ങനെ ഭയം തട്ടിത്തുടങ്ങി. കാരണം എനിക്കങ്ങനെ പൊതുവെ എനിക്കങ്ങനെ പേടിയില്ലാത്തതാണ്. എന്നാലും പേടി കാണിക്കും. പക്ഷേ നമ്മൾ പേടി വെച്ചൊന്നും അല്ലല്ലോ ഇങ്ങോട്ട് വന്നത്. കേരളത്തിൽ നിന്ന് വേറൊരു നാട്ടിലോട്ട് വന്നപ്പോൾ നമ്മളെ പേടിച്ച് മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇതുപോലെ എനിക്ക് ഈ പറയുന്നതോടൊപ്പം തന്നെ എനിക്കിതുപോലെ കുറേ വർഷം, ഏകദേശം 26 വർഷത്തിന് മുമ്പ് എനിക്കിങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം ഇങ്ങനെ പതുക്കെ എനിക്ക് ഭയം തുടങ്ങിയപ്പോൾ ഞാൻ എന്തോ ചെയ്തു, കാറിനകത്ത് സ്റ്റീരിയോയിൽ ഓം നമഃ ശിവായ, ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം ഇട്ടുകൊണ്ട് ഞാനിങ്ങനെ പതിയെ സൗണ്ടിൽ, കുറച്ച് വലിയ വോളിയത്തിലല്ല, അതിൽ നിന്നിട്ട് AC ഇട്ടുകൊണ്ട് ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ്.
ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, കാറിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. രണ്ട് സൈഡുമായ വിജനമായ സ്ഥലങ്ങൾ. ആ റോഡിൽ ചില സ്ഥലങ്ങളിലൊക്കെ റോഡ് സൈഡിൽ പോത്തിനെ കെട്ടിയിട്ടിട്ടുണ്ട്, കൃഷിക്കാരുടെ പോത്ത്, കാള, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നോക്കുന്നുണ്ട് നമുക്ക് അവിടെയൊക്കെ ഏതോ ഒരു നിഴൽ പോലെ തോന്നുന്നുണ്ട്, മനുഷ്യൻ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് അത് ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ തോന്നിയതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇങ്ങനെ റോഡ് സൈഡിൽ ഏതോ നിഴലായിരിക്കും, മരങ്ങളുടെയൊക്കെ നിഴലൊക്കെ ആയിരിക്കും അത്. നമ്മളപ്പോൾ അത് കണ്ടുകൊണ്ട് ഒരു മനസ്സിനകത്ത് തോന്നുന്ന ഒരു പേടിയായിരിക്കും. പക്ഷേ എന്നിട്ടും ഞാനിങ്ങനെ ധൈര്യം സംഭരിച്ചുകൊണ്ട് നമ്മൾ കാർ ഓടിച്ചുകൊണ്ട് കെയർഫുള്ളായിട്ട് വരണ്ടായോ. ഞാൻ ഒറ്റയുള്ളൂ കാറിനകത്ത്, ആരുമില്ല. അപ്പോൾ എനിക്ക് ഏകദേശം ആ സമയമൊക്കെ ആയപ്പോൾ 2 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. 2-2:15 ഒക്കെ ആയിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ സ്ഥലത്ത് എത്തിയപ്പം രാവിലെ 5 മണിയായി. 5 മണിയായപ്പോഴാണ് ഞാൻ എൻ്റെ സ്ഥലത്ത്. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഞാൻ 300 കിലോമീറ്റർ ഏകദേശം 5 മണിയായപ്പോഴത്തേക്ക് ഇവിടെ എത്തി. സേഫായിട്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അതിന് മധ്യയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ പോയിൻറ്റിലോട്ട് വന്നില്ല. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ റോഡിൽ ഇതൊക്കെ കന്നുകാലികളെയൊക്കെ കാണുന്നുണ്ട്. റോഡ് സൈഡിൽ കൃഷിക്കാർ കെട്ടിയിട്ടിട്ട് പോകുന്നതാണ്. അവർ രാത്രി ഈ കൃഷി സ്ഥലത്ത് തന്നെയാണ് ഇതിനെയൊക്കെ ഇട്ടിട്ട് പോകുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്ഥലത്ത് വന്നപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 മണി 2:30 തോന്നുന്നു. അപ്പോഴൊന്നും നമ്മളിങ്ങനെ സമയം കാറിൻ്റെ അതിനകത്ത് സ്ക്രീനിനകത്ത് സമയം കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിലോട്ടൊന്നും കൂടുതൽ ശ്രദ്ധ കൊടുത്തില്ല. എന്നിട്ടും ഈ മന്ത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഓം നമഃ ശിവായ, ഓം നമോ നാരായണ എന്നുള്ള മന്ത്രങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ ദൂരെ നോക്കിയപ്പോൾ ദൂരെ അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, കാറിൻ്റെ നമ്മുടെ മിററിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ യെല്ലോ കളർ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മുടെ കാർ പാർക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പലാണ്. അപ്പോൾ ഞാനെന്തോ ചെയ്യുന്നറിയാമോ, അതുകൂടെ കിട്ടുമെന്ന് വെച്ചാൽ ദൂരെ നിന്ന് വരുന്ന വെഹിക്കിളുകാർ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വണ്ടി ഉണ്ടെന്ന് കാണുന്നതിന് വേണ്ടി ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി അതുകൂടെ ഇട്ടുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നത്. ഞാനിപ്പോഴും കാർ ഡ്രൈവിങ്ങിൽ 100% പെർഫെക്റ്റ് അല്ല. ഇപ്പോഴും എൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഒരു 50% ഞാൻ വണ്ടി ഓടിക്കാൻ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. എന്നാലും ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഞാൻ 50% പെർഫെക്റ്റ് ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ഇങ്ങനെ വണ്ടികൾ വരുമ്പം നമുക്ക് അതിനൊരു ഡിസ്റ്റർബൻസ് നമുക്കാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനപ്പോൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഫ്രണ്ടിലത്തെ ആ മിററിൽ അപ്പോൾ ഇങ്ങനെ യെല്ലോ കളർ കാണിക്കും. അല്ലാതെ നമ്മുടെ ടേണിങ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ അല്ല, മിററിലുള്ള 2 സൈഡിലുള്ള ഒരു യെല്ലോ കളർ അപ്പോൾ അത് കാണിക്കും. അപ്പം ഞാൻ അതുകൂടെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ ഏകദേശം നോക്കിയപ്പോൾ നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത് ഞാൻ നോക്കിയപ്പം ഒരു ചെറുപ്പക്കാരൻ, ഒരു സ്ലിമ്മായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നതായിട്ട് എനിക്ക് തോന്നി റോഡിൻ്റെ സൈഡിൽ കൂടെ. ഇത് സത്യമാണ്, ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ കണ്ട കാഴ്ചയാണ്, സത്യമായിട്ട് കണ്ട കാഴ്ചയാണ്. അപ്പം റോഡ് സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി നടന്നു വരുന്നു. ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ സ്ഥലത്ത് ആ ദിശയിലാണ് കണ്ട, ആ സൈഡിൽ നിന്ന് ഒരു മനുഷ്യൻ ഓപ്പോസിറ്റ് ഇങ്ങനെ നടന്നു വരുന്നു. ഒരു സ്ലിമ്മാണ്, പാൻറ് ഷർട്ടുമാണ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ ഒരാളിങ്ങനെ നടന്നു വരുന്നത്. അപ്പം ഞാൻ ഇന്നിങ്ങനെ നോക്കിയപ്പോൾ അവന് തലയില്ല, ഒരു ശരീരം മാത്രമാണ് ഇങ്ങനെ റോഡിൽ കൂടെ നടന്നു വരുന്നത്. ഞാനങ്ങ് പേടിച്ച് വിറച്ച്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടി വന്നു എൻ്റെ മനസ്സിൽ. ഞാനപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ കാർ അന്നേരം അവനെ പാസ് ചെയ്തു പോയി. ഞാൻ ക്ലിയറായിട്ട് കണ്ട് ആ വ്യക്തി ഓപ്പോസിറ്റ് നടന്നു വരുന്ന വ്യക്തിയാണ്. അവനൊരു 10, 25, 30 പ്രായം. പക്ഷേ അവന് സ്ലിം പാൻറ് ഷർട്ട് ഇട്ടൊരു വ്യക്തിയാണ്, സ്ലിമ്മായ വ്യക്തിയാണ്. പക്ഷേ അവന് തലയില്ല. നിങ്ങൾ വിശ്വസിക്കുക ഇല്ലയോ എന്നെനിക്കറിയത്തില്ല. തലയില്ലാത്തൊരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നു. ഞാൻ കാറ് പാസ് ചെയ്ത് പോയി. ഞാൻ മുമ്പോട്ട് പോയിട്ട് പിന്നെ ഞാൻ തിരിഞ്ഞ് നോക്കിയില്ല, എനിക്കൊരു പേടി. ഞാൻ എന്നിട്ട് കുറച്ച് ഏകദേശം ഒരു 2 സെക്കൻഡ് മുമ്പിൽ ചെന്ന് ഞാനപ്പോഴത്തേക്ക് സ്പീഡ് കൂട്ടി. ഞാൻ അന്നേരത്തെ എൻ്റെ സ്പീഡെന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ സ്പീഡിലേ ഞാൻ പോകത്തുള്ളൂ. രാത്രിയിലും പ്രത്യേകിച്ച് റോഡ് പരിചയമില്ലല്ലോ എനിക്ക്. ഇങ്ങനെ വന്നപ്പോഴും നമുക്ക് റോഡ് പരിചയമില്ലാത്തതുകൊണ്ട് റോഡിനകത്തൊക്കെ ഇങ്ങനെ ഹൈവേ ആണെങ്കിലും അവിടെ ആക്സിഡൻറ്റ് നടക്കുമോ എന്നൊക്കെ ഏരിയ ആയതുകൊണ്ട് നമുക്ക് ആ റോഡ് പിന്നെ ഹമ്പുണ്ടോ ഇതൊന്നും അറിയില്ല, ഡിപ്പുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഞാനാണെങ്കിൽ കുറച്ച് മുമ്പ് എന്ന് തിരിഞ്ഞ് നോക്കിയപ്പം ഈ വ്യക്തി ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. തലയില്ലാത്തൊരു വ്യക്തി ഇങ്ങനെ നടന്നു പോകുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു കാഴ്ച.
ഇത്രയും ഭയാനകമായ ഒരു കാഴ്ച എൻ്റെ ജീവിതത്തിൽ കണ്ടതാണ്. പക്ഷേ ഇത് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല, എനിക്കറിയാം. ഞാൻ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ഇതൊരു കഥയല്ല, നടന്ന സംഭവമാണ്. ഞാൻ എന്നിട്ട് പിന്നെ വണ്ടി ഓടിച്ചു. അപ്പം ഞാൻ ഓം നമഃ ശിവായ, ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം പിന്നെ കുറച്ചുകൂടെ വോളിയത്തിലിട്ടു. കുറച്ചുകൂടെ വോളിയം കൂട്ടിയിട്ടിട്ട് ഞാൻ പിന്നെ ഓടിച്ചു വന്ന് എനിക്ക് വന്ന് ആ സ്ഥലവും കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഏകദേശം അപ്പോൾ ഒരു 2.5 മണിക്കൂർ, 2.5 തോന്നുന്നു സമയം, 2.5, 3.5, പിന്നെ 4.5, 5. അപ്പോൾ ഏകദേശം പിന്നെയും 2.5 കഴിഞ്ഞ് 3.5, 4.5, 2.5 മണിക്കൂർ ദൂരം പിന്നെ എനിക്ക് വരണം ഈ പറഞ്ഞ സ്ഥലത്തു നിന്നും. അപ്പം എനിക്ക് തോന്നുന്നു ആ സ്ഥലം എന്ന് വെച്ചാൽ ഞാനിപ്പം ആ സ്ഥലം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് ഇത് റേച്ചൂരിൽ നിന്ന് പിന്നെ ദേവർകതിര വന്ന്, ദേവർകതിരയിൽ നിന്ന് വന്നിട്ട് പിന്നെ ജച്ചർല വന്ന്, ജച്ചർല കഴിഞ്ഞിട്ട് ജച്ചർലയിൽ നിന്ന് കൽവാക്കുർത്തി വരണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സംഭവം കണ്ടത് ജച്ചർലയിലും കൽവാക്കുർത്തിക്കും ഇടയ്ക്കാണെന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ കൽവാക്കുർത്തി വന്നിട്ട് കൽവാക്കുർത്തിയിൽ നിന്ന് പിന്നെയാണ് 40 കിലോമീറ്റർ ഞങ്ങൾക്കുണ്ട് എനിക്ക് വരാനുള്ള സ്ഥലം, എൻ്റെ സ്ഥലം 40 കിലോമീറ്ററാണ്. അപ്പോൾ ഇത് ഞാൻ സംഭവം കണ്ട എനിക്ക് തോന്നുന്നു ജച്ചേർലയ്ക്കും കൽവാക്കുർത്തിക്കും ഇടയ്ക്കാണ്. ജച്ചേർല ടു കൽവാക്കുർത്തി ഏകദേശം 60 കിലോമീറ്ററോ 50 കിലോമീറ്ററോ ഉണ്ട് ഡിസ്റ്റൻസ് ജച്ചേർലയും കൽവാക്കുർത്തി. പക്ഷേ ഇതെല്ലാം വെറും കാട് ഏരിയ, അഗ്രികൾച്ചർ ലാൻഡ്. കാടെന്ന് വെച്ചാൽ നല്ല ഹൈവേ റോഡാണ്. പക്ഷേ ശ്രീശൈലം പോകുന്ന റോഡും ഒക്കെയാണ്, ഡബിൾ റോഡാണ്, ഒരു കുഴപ്പമില്ല. ടോൾ പാസൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, അതെല്ലാം ഉണ്ട്. പക്ഷേ റോഡിലൊരു മനുഷ്യരില്ല ഈ സമയത്ത്. കാര്യം ഞാൻ അവിടുന്ന് റേച്ചൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത സമയം തന്നെ 11 മണി. എൻ്റെ വീട്ടിലെത്തിയ സമയം 5 മണി 5:30 ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തി. അതിനിടയിൽ നടന്ന സംഭവമാണ് ഈ സംഭവം. പക്ഷേ ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. കാരണം ഇത് കെട്ടുകഥയാണെന്ന് പറയും. പക്ഷേ കെട്ടുകഥയല്ല. തെലുങ്കാനയിൽ ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങളുള്ളതാണ്. ഈ സംഭവങ്ങളെല്ലാം തെലുങ്കാനയിലുള്ളതാണ്. ഇവിടെയൊക്കെ ഈ ചാത്തപ്പടി എന്ന് പറയും. ഇതൊക്കെ അമാവാസി ദിവസമൊക്കെ ഇവിടെ ഇങ്ങനെ മന്ത്രവാദം, കൂടുപാത്രങ്ങളും മറ്റുള്ളവർക്കുള്ള അതും ഇതും ചെയ്ത് റോഡിൽ കൊണ്ടിടുക. റോഡിൽ നാരങ്ങ, കുരുമുളക്, മുട്ട, ഇതൊക്കെ ഭസ്മവും കുങ്കുമവും ഇതൊക്കെ റോഡിൽ കൊണ്ടിടും ഇവരൊക്കെ ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ നടക്കുന്ന സംഭവമാണ്. അപ്പം ഇത് ഞാൻ കണ്ട സംഭവമാണ്. ഇങ്ങനെ ഈ രാത്രിയിൽ ഇത്രയും ഞാൻ ഏകദേശം 300 കിലോമീറ്റർ ഓടിച്ചു വന്നപ്പോഴും ആ 300 കിലോമീറ്ററിനകത്ത് ഞാൻ കണ്ട സംഭവമാണിത്. ഇത് കള്ളമാണെന്ന് ആരും വിചാരിക്കേണ്ട, ഇത് സത്യമായ കാര്യമാണ്. കാര്യം എല്ലാവരോടും പറയുന്ന പഴയ ആളുകളൊക്കെ പറയും, രാത്രിയിൽ 12 മണിക്ക് ശേഷവും പിന്നെ വെളുപ്പിനെ ഒരു 4 മണിക്ക് മുമ്പും 12:30 തൊട്ട് 4 മണിക്കകം വരെ എന്ന് പറഞ്ഞാൽ വളരെ ദുരാത്മാക്കളൊക്കെ വെളിയിലിറങ്ങുന്ന സമയമാണ്, ഡേഞ്ചറസായ സമയമാണ്. ഈ സമയത്തൊന്നും മനുഷ്യങ്ങൾ ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൊന്നും പോകരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊരു സത്യമാണ്. ഇതുപോലത്തെ സംഭവങ്ങൾ എനിക്ക് നേരിട്ട് ഇനിയും ഉണ്ടായിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ അതെല്ലാം പറയാം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. നന്ദി, നമസ്കാരം.